ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. കളങ്കാവൽ. മോനെ കിടിലം പടം. ഇപ്പം പടം കണ്ടിട്ട് വന്നേല്ലു. മമ്മൂട്ടിൻ്റെ ആക്ടിങ് മാത്രം കണ്ടിട്ട് ഒരു 2.5 മണിക്കൂർ ഇരിക്കുക. കാരണം പുള്ളിൻ്റെ ആക്ടിങ് മാത്രം നമ്മളെ പടം കണ്ട് പിടിച്ചിരുത്തും. ആ ലെവല് ഒന്ന് പീക്ക് സിനിമ എന്ന് പറയുന്നതിനേക്കാളും പീക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വരും പടത്തിനാണ്. ഞാൻ ഈ പടത്തിന്റെ ട്രെയിലറോ ടീസറോ ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. ആകെ ഫസ്റ്റ് ഇറങ്ങിയ മമ്മൂട്ടിയെ സിഗരറ്റ് വലിച്ചുകൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഷോട്ട് മാത്രമേ ഞാൻ പടത്തിന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ എന്നാന്ന് കാത്തിരിക്കുന്നതിൽ സംഭവം എനിക്ക് അറിയണ്ടായില്ല. പിന്നെ മമ്മൂട്ടി വില്ലനാന്നുള്ളൊരു ന്യൂസ് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ പടം തുടങ്ങി ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, വിനായകനും മമ്മൂട്ടി ഓപ്പോസിറ്റ്. അങ്ങനെ അതൊക്കെ അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പടം തുടങ്ങിയതിന് ശേഷം മമ്മൂട്ടിന്റെ ആ ആക്ടിങ് കൊണ്ട് നമ്മളങ്ങ് പിടിച്ചിരുത്തും. പടം തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തിനൊക്കെ സംഭവിക്കുന്നത്, എന്താ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമുക്കൊരു തോട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ആ മമ്മൂട്ടിന്റെ ആക്ടിങ് ഒക്കെ പടം അങ്ങനെ മുമ്പോട്ട് പോയി ആ ഫസ്റ്റ് ഹാഫ് എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ല, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് പൊളിച്ചു. ആ ഫസ്റ്റ് ഹാഫിന്റെ ആ ഹൈ കൊണ്ട് തന്നെ പടം ഇന്റർവെൽ എത്തുന്ന സമയത്ത് ഈ ഇന്റർവെൽ എന്താ തീരാത്തെ, ഞാൻ ഇങ്ങനെ വെയിറ്റ് കൊണ്ടിരിക്കുന്നു ബ്രേക്ക് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത്ര കിട്ടില്ല ഫസ്റ്റ് ഹാഫ്. ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഫസ്റ്റ് സിനിമ ഇത്. പക്ഷെ ഇത് കണ്ടാവുക ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് എന്റെ ഫസ്റ്റ് സിനിമയാണെന്ന്. പക്ഷെ ഒറ്റ സിനിമ കൊണ്ട് പുള്ളിക്കാരന്റെ പേര് നമ്മ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും പുള്ളിക്കാരന്റെ ഏത് പടം വന്നാലും അപ്പം തന്നെ പോയി കാണണം. കാരണം പുള്ളിന്റെ മേക്കിങ്ങും പുള്ളിക്ക് അറിയാം എന്താണ് പടം എടുക്കേണ്ടതല്ല. പുള്ളി തന്നെയാണ് ഇതിന്റെ റൈറ്റിങ്ങിലും ഉണ്ട്. ജിഷ്ണു എന്ന് പറയുന്ന ഒരുത്തൻ, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പടത്തിന്റെ റൈറ്റിങ്ങും. അതും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് പടം തുടങ്ങിയതിനു ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലാണ് പടം മുന്നോട്ട് പോകുന്നത്. ഒരു കുറെ നടക്കുന്ന ഒരു ഇവന്റ്സും അത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറും ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ എന്നുള്ള രീതിയിലാണ് പടം മുന്നോട്ട് പോകുന്നത്. പോലീസ് ക്യാരക്ടറായിട്ടുള്ള വിനായകന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പുള്ളി അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനായകന്റെ പേരിലുള്ള ഒരു സപ്പോർട്ടിങ് പോലീസ് ക്യാരക്ടറാണ് നമ്മളെ DSC റേയിൽ പ്രണമോഹൻലാലിന്റെ പേരിലെ പോയിട്ടുണ്ടല്ലോ ആ പുള്ളിക്കാരനാണ്. രണ്ടും അവർ കിട്ടിയ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആക്ട്രസസ് കുറെ കുഞ്ഞു റോളിൽ വന്ന് പോയിട്ടുണ്ട്. അതിൽ രജിഷ വിജയൻ ചെയ്തൊരു കുഞ്ഞു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതും പുള്ളിക്കാരൻ നൈസായി ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയായിട്ട് ഒരു റൊമാൻറ്റിക് സീൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മോശമില്ലാത്ത രീതിയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയണം. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ആ സീനിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് നമുക്ക് പ്രേക്ഷകർ കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നല്ല ഒരു പക്ക ഒരു അത്ര ഒരു നല്ല ക്ലാസ് പടത്തിന്റെയും ആ കുറച്ച് ത്രില്ലിങ് മൊമെന്റ്സ്, ആ പടത്തിന്റെ ഹൈ മൊമെന്റ്സിൽ വരുന്ന സമയത്ത് ആ BGM എല്ലാം കറക്റ്റ് ആ പക്ക പടമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു പാട്ട് ഇതിൽ കുത്തി കയറ്റിയില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇംഗ്ലീഷ് ലൈൻസ് ഉണ്ട് പടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അവർ ആംബിയൻസ് സെറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ആ ഒരു പാട്ടും ആവശ്യമില്ലാണ്ട് കുത്തി കയറ്റിയിട്ടില്ല. ചില ഇഷ്ടംപോലെ പടത്തിൽ കണ്ടിട്ടുണ്ട്, അടിപൊളി സിനിമയിലെ ചില പാട്ടുകൾ കുത്തി കയറ്റി ആ മൂഡ് തന്നെ അങ്ങോട്ട് പോകും. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കഥയിലേക്ക് കയറും. പടത്തിന്റെ ഒരു 5 മിനിറ്റ് തന്നെ കഥയിലോട്ട് കയറി പിന്നെ പക്ക നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷനിൽ അങ്ങ് പോയത്. ഓക്കെ എന്ത് സംഭവിക്കും. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, പക്ഷേ കിട്ടില്ല. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ആ ഫസ്റ്റ് ഹാഫിന്റെ ആ ഇന്റർവെൽ കൊണ്ട് നിർത്തുന്ന ഹൈ നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഹാഫിന്റെ ക്ലൈമാക്സ് കിട്ടൂല. പക്ഷെ അത് അതേപോലെ തന്നെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ പടം അവർ എൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ടത്, ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മമ്മൂട്ടി കമ്പനിക്കും ഈ റോള് ചെയ്യാൻ ധൈര്യം കാണിച്ച മമ്മൂക്കും. എനിക്ക് പറയാൻ പറ്റും ഒരു സൂപ്പർ സ്റ്റാറും ഈ റോള് ചെയ്യൂല. കാരണം പുള്ളി ഇതിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്, വേറെ ലെവല്. സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിൽ ഇപ്പം മമ്മൂട്ടിനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ഒരാളും ഇല്ല എന്നുള്ളത് മമ്മൂക്ക പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് മമ്മൂട്ടിന്റെ ആക്ടിങ് കാണാൻ വേണ്ടിയിട്ട് കാണണം എന്തായാലും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.